പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും സംരക്ഷണവും നമ്മോടുകൂടെ ഇന്നത്തെ ഈ ദിവസത്തിലും വളരെ പ്രത്യേകിച്ച് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അതിനായി അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റു ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് അമ്മയോട് സഹായം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടി തേടേണ്ടതുണ്ട്. കാരണം നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും നമ്മുടെ ചിന്താശക്തിക്ക് വെളിച്ചമൊക്കെ നൽകുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ മേൽ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് വചനം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ഈ വചന വിചിന്തനത്തിലൂടെ പ്രഭാത വിരുന്നിലൂടെ നമുക്കൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൽ കൂടുതലായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കാനും അതിൽ നിന്ന് തരണം ചെയ്യാനും ആ ഒരു അവസ്ഥയെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക എന്ന നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് വചനം കേൾക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിട്ടിരിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് കേൾക്കുന്നത്. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു.
യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി ശാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ശാപത്തിൽ നന്മ ചെയ്യുന്നതോ അനന്തരം അവൻ അവരോട് ചോദിച്ചു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോട് നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെറോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം വളരെ പ്രത്യേകമായിട്ട് ഈശോ ഇന്ന് ഈ ഒരു അത്ഭുതം ഇവിടെ നൽകുന്നതായിട്ട് കാണുന്നത് സാബത്ത് ദിവസമാണ്, വിശ്രമിക്കേണ്ട ദിവസമാണ്. അപ്പോൾ വിശ്രമിക്കേണ്ട ദിവസത്തിലും ഈശോ വിശ്രമമില്ലാതെ വചനം പറഞ്ഞ് രോഗശാന്തി നൽകുകയാണ്. അച്ഛനിത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക കാരണം കർത്താവ് തമ്പുരാൻ വിശ്രമിക്കുന്നില്ല എന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈശോ തമ്പുരാൻ വിശ്രമിക്കുന്നില്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കർത്താവായ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. 6 ദിവസങ്ങൾ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും സകല സൃഷ്ടപ്രപഞ്ചങ്ങളുടെയും പൂർത്തീകരണത്തിന് ശേഷം ദൈവം തമ്പുരാൻ 7-ാം ദിവസം വിശ്രമിച്ചു. അതൊരു പഴയ നിയമ കോൺസെപ്റ്റാണ്, ആശയമാണല്ലോ. 7-ാം ദിവസം വിശ്രമിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സാബത്തിൽ യഹൂദ ജനത പ്രത്യേകമായിട്ട് അന്ന് ശരീരം അനങ്ങുന്ന ജോലി ചെയ്യാത്തത്, വിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോഴേക്ക് ഈശോ ഇവിടെ സാബത്തിലും വിശ്രമമില്ലാതെ ഈശോ തമ്പുരാൻ തൻ്റെ പിതാവിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറുവശത്ത് അന്ന് മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ ഒരു അനുഭവം മുതൽ 7-ാം ദിവസം ഇന്ന് വരെ, അതായത് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയം വരെ 7-ാം ദിവസം ഒരു വിശ്രമത്തിൻ്റെ ദിനമാണ്, അല്ലേ? ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, ശരീരം അനങ്ങുന്ന ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഭാരമുള്ള ഒരു വസ്തു പോലും എടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത്ര വിശ്രമമാണ്. പക്ഷേ ഈശോയ്ക്ക് വിശ്രമമില്ല. സാബത്തിൽ നിർബന്ധമായിട്ടും വിശ്രമിക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും ഈശോ, അതായത് ദൈവത്തിൻ്റെ പുത്രന് ഇവിടെ വിശ്രമമില്ല. പക്ഷേ നമ്മൾ ഉൽപ്പത്തി 2:2 ദൈവം തമ്പുരാൻ വിശ്രമിച്ചു എന്ന് പറയുമ്പോഴും യോഹന്നാൻ 5:17 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് ഏത് നേരവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണെന്ന് ഈശോ പിതാവിനെ ഓർത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ ആശയമായിരുന്നു 7-ാം ദിവസം വിശ്രമിച്ചു എന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഈശോ തമ്പുരാൻ അങ്ങനെ വിശ്രമിക്കുന്നില്ല, തൻ്റെ പിതാവും വിശ്രമിക്കുന്നില്ല എന്ന് യോഹന്നാൻ 5:17 ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശ്രമത്തിനായിട്ട് പ്രത്യേക സമയം അവിടെ കണ്ടെത്തുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈശോയുടെ 3 വർഷത്തെ പരസ്യ ജീവിത കാലഘട്ടം എടുത്താൽ ഈശോ നമ്മൾ വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട 2 സ്ഥലങ്ങളുണ്ട്. ഈശോനാഥൻ സമരിയാക്കാരിയോട് കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്ന ആ കിണറിൻ്റെ കരയിൽ ഈശോ അല്പനേരം വിശ്രമിക്കാനിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതൊരു
സമരിയാക്കാരിയെ കണ്ടെത്താനും അവളോട് ആശയങ്ങൾ പങ്കുവെക്കാനുമായിട്ട് ഈശോ കണ്ടെത്തിയ ഒരു വിശ്രമമായിരിക്കാം. അതൊന്ന്. രണ്ടാമത്തേത്, ഈശോനാഥൻ വള്ളത്തിൻ്റെ അമരത്ത് തലചായ്ച്ചുറങ്ങി എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, അതും ഈശോ ഒരു അവസരമായിട്ട് കണ്ടെത്തുകയാണ്. ആ സമയത്താണ് കാറ്റും കോളും വന്ന് തിരമാല അടിച്ച് വെള്ളം വള്ളത്തിലേക്ക് കയറുന്ന ഒരവസരത്തിൽ എങ്ങനെ ഒരു മനുഷ്യന് അവിടെ കിടന്നുറങ്ങാൻ പറ്റും? ഇത്രയേറെ കോലാഹലങ്ങൾ പുറത്ത് നടക്കുമ്പോഴേക്കും ശബ്ദമുണ്ടാവുന്നു, വെള്ളമടിച്ച് കയറുന്നു. നമ്മളിപ്പോൾ കാണുന്നത് പോലെ സുരക്ഷിതമായിട്ടുള്ളൊരു ബോട്ടൊന്നും അല്ലല്ലോ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് വെറുതെ ഓപ്പണായിട്ടുള്ളൊരു വള്ളമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ബഹളത്തിൽ ഒരു മനുഷ്യന് അത്രയൊക്കെ അങ്ങോട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഒരുപക്ഷെ അത് ഈശോനാഥൻ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ് അവിടെ. അതിനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ചുള്ള ഒരു അറിവ് കൂടുതൽ ആഴത്തിൽ നൽകാൻ വേണ്ടി ഈശോ ഒരു സാഹചര്യം ഇങ്ങനെ അവിടെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പം അതും നമ്മൾ വിശ്രമിച്ചു എന്ന് നമുക്ക് വായിച്ചെടുക്കുന്നുണ്ടെങ്കിലും അതൊരു യഥാർത്ഥ വിശ്രമമായിരുന്നില്ല. അപ്പം സമരിയാക്കാരിയുടെ അടുക്കൽ കിണറ്റിൻ്റെ കരയിൽ വിശ്രമിച്ച ഈശോ എന്ന് പറയുമ്പോഴേക്കും, വള്ളത്തിൻ്റെ അമരത്ത് തലചായ്ച്ചുറങ്ങിയ ഈശോ എന്ന് പറയുമ്പോഴേക്കും, അതൊക്കെ ഈശോ ഒരു പ്രവർത്തനത്തിന് വേണ്ടി, പിതാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സെറ്റപ്പാണ്. ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഈശോനാഥൻ വിശ്രമിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് പരതി നോക്കി, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, അന്വേഷിച്ച് നോക്കി. അപ്പോഴേക്കും ഈശോ ചില സമയങ്ങളിൽ മലയിലേക്ക് കയറിപ്പോകുന്നുണ്ട്, രാവിലെ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഈശോ എന്തിനാണ് രാത്രി മുഴുവൻ മലയിലായിരുന്നത് എന്നതിനുള്ളൊരു ഉത്തരം ഒരു സ്ഥലത്തുനിന്ന് വായിക്കാൻ കഴിഞ്ഞത്, ഈശോ പോയത് ആ സമയത്ത് ഉറങ്ങി വിശ്രമിക്കാൻ പോയതല്ല. നേരെ മറിച്ച് ഈശോനാഥൻ ആ സമയത്ത്, ഞാൻ ഇംഗ്ലീഷിൽ അത് വായിച്ചെടുത്തപ്പോഴേക്കും, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ രാത്രി കാലങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, റീചാർജ് ചെയ്യാൻ. രണ്ട്, പ്രേ ചെയ്യാൻ. ഒന്ന് റീചാർജ്, രണ്ട് പ്രേ, പ്രാർത്ഥിക്കാൻ. റീചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വിവരണത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കാലഘട്ടത്ത് ഫോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് റീചാർജ് എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ ഈശോനാഥൻ അച്ഛൻ പറഞ്ഞു വരുന്നത് ഒരു തരത്തിലും ഒരിക്കലും വിശ്രമിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈശോ റെസ്റ്റ് എടുക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ പോലും പറയാം, ഈശോ തൻ്റെ പിതാവിനോട് സംസാരിക്കാനായിട്ട് രാത്രികാലങ്ങളിൽ മലയുടെ മുകളിലായിരുന്നു. ഈ മലയുടെ മുകളിലേക്ക് കയറും തോറും തണുപ്പാണ്. പിന്നെ ബൈബിളിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയുടെ മുകൾ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് സംസാരിക്കാനുള്ള ഇടമാണ്. അപ്പോൾ ഇത്രയേറെ തണുപ്പത്ത് ഒരു മനുഷ്യൻ പോയി കിടന്നുറങ്ങുക സാധ്യമല്ല, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക സാധ്യമല്ല. അവിടെ എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ പങ്കെടുക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരൻ, അച്ഛൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, കർത്താവ് വിശ്രമിക്കുന്നില്ല, ഈശോ വിശ്രമിക്കുന്നില്ല. അത് ഈശോ വിശ്രമിക്കാത്തത് ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചെടുക്കണം, നല്ലതായിരിക്കും. ഈശോ വിശ്രമിക്കാതിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചെടുക്കണം, നല്ലതായിരിക്കും. അതെനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് POC ബൈബിളിൻ്റെ പുതിയ വിവർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നതായിരുന്നു പഴയത്. എന്നാൽ പുതിയ വിവർത്തനത്തിൽ അത് ആശ്വാസം നൽകാമെന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈശോ ഇവിടെ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക്
വിശ്രമം നൽകാം. വിശ്രമം നൽകാം. അപ്പോൾ ഞാൻ വിശ്രമിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വിശ്രമിക്കാം. അധ്വാനിക്കുന്നവരായി നിങ്ങൾ, ഭാരം വഹിക്കുന്നവരായി നിങ്ങൾ, നിങ്ങളുടെ ഭാരവും പേറി നിങ്ങളുടേതായ ആ ഒരു ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ എല്ലാം എന്നിലേക്ക് കൊണ്ടുവരിക, എനിക്ക് തരിക. ഞാനത് പേറിക്കൊള്ളാം, ഞാനത് എടുത്തുകൊള്ളാം. എന്നിട്ട് നിങ്ങൾ വിശ്രമിക്കുക. യു ക്യാൻ ടേക്ക് റെസ്റ്റ്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് വിശ്രമിക്കാം. സെയിം ടൈം ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല, കാരണം ഞാനാണത് പേറുന്നത്. എത്ര രസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, വിശ്രമിക്കാത്ത, റെസ്റ്റ് എടുക്കാത്ത ഒരു ദൈവമുണ്ടെന്ന്. നമുക്ക് അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടണം. വെറുതെ എഴുതിയിടലല്ല, അത് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയാനായിട്ട് പറ്റണം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ വളരെ രസകരമായിട്ട് പറഞ്ഞത്, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെയും ഇടയൻ തൻ്റെ ആടുകളെ ആലയിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഇടയനെക്കുറിച്ചും സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിലാക്കിയിട്ട് ഭയങ്കര അവെയറായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാമെന്ന പക്ഷികളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഭയങ്കര അവെയറായിട്ട് ചുറ്റുപാട് നോക്കി നിൽക്കുന്ന വിശ്രമമില്ലാത്ത തള്ളക്കോഴി, രാത്രി ഉറങ്ങാതെ ഇരിക്കുന്ന നല്ല ഇടയൻ, വിശ്രമിക്കാത്ത ഇടയൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് വിശ്രമിക്കുന്നില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കണം, കർത്താവ് വിശ്രമിക്കുന്നില്ല. വിശ്രമിക്കാത്തത് ആർക്ക് വേണ്ടിയാണ്? അത് എനിക്കും നിനക്കും വേണ്ടിയാണ്, നിങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വചനം കേട്ട് ഹൃദയത്തിൽ എഴുതിയിടാം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വിശ്രമം എടുക്കുന്നില്ല. എനിക്ക് വിശ്രമം നൽകി എൻ്റെ ഭാരവും കൂടി ഏറ്റെടുക്കുന്നവനാണ് കർത്താവ്. മത്തായി 11:28. അതുകൊണ്ട് നമുക്കിന്ന് വചനം കേട്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ നിമിഷത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോടും പരിശുദ്ധമ്മയോടും വിശുദ്ധ യൗസപിതാവിനോടും സ്വർഗത്തിലെല്ലാ വിശുദ്ധന്മാരോടും വിശുദ്ധമാരോടും മാലാഖമാരോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാമത്തിലുള്ള വിശുദ്ധൻ, വിശുദ്ധ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥൻ, മധ്യസ്ഥ, അങ്ങനെ എല്ലാവരോടും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയെ, അങ്ങ് വിശ്രമിക്കാതിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവായിട്ടൊരു ദൈവമാണെന്ന് ഞങ്ങളെല്ലാവരെയും അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രത്യേകം ഈ പ്രഭാത വിരുന്ന് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരും നിയോഗമൊന്ന് സമർപ്പിക്കാം. ഈ നിമിഷത്തിൽ ഈശോയുടെ കരങ്ങളൊന്ന് സമർപ്പിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതെന്തുമായിക്കോട്ടെ, ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചിട്ട് നിങ്ങൾ വിശ്രമിക്കേണ്ടതിന് നിങ്ങളുടെ ഭാരം നിങ്ങൾ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ നിമിഷം കർത്താവ് അത് ഏറ്റെടുത്തിട്ട് അവൻ എങ്ങനെയാണോ 5 അപ്പം 5000 പേർക്കായിട്ട് നൽകിയത്, അതേപോലെ നമുക്ക് വിശ്രമം നൽകി നമുക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പ്രത്യേകിച്ച് ഈ നിമിഷം ഇപ്പോൾ ഈ വചനവിചിന്തനത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ വലിയ ശക്തി ഇവർക്ക് അനുഭവിച്ചറിയാനായിട്ടുള്ള വലിയൊരു കൃപ ഇവർക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ.
പ്രിയമുള്ളവരെ, നമുക്ക് സഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാന്മാരോടും എല്ലാ മെത്രാന്മാർ, സന്യാസികൾ, വൈദികരോടൊക്കെ ചേർന്നാൽമാരോട് ചേർന്ന് ഈശോയുടെ വലിയ ആശീർവാദം സ്വീകരിക്കാൻ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമ്മളത് സ്വീകരിക്കുമ്പോൾ ഈശോയുടെ വലിയ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളുടെ യാത്രകളിലും നമ്മുടെയൊക്കെ ഫ്രീ ടൈമിലുമൊക്കെ പ്രത്യേകിച്ച് പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഗുഡ്നസ് TV-യിലൂടെ, പ്രഭാത വിരുന്നിലൂടെ, മറ്റ് പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനും അത് നമ്മളെ ഈശോയിൽ കൂടുതൽ വളർത്താനും നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. അതിന് പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.